ഹലോ മച്ചാമാരെ, ഇത് നിങ്ങളുടെ സ്വന്തം ആൻസി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മളുടെ അമേരിക്കൻ അരയൻ, അതായത് മുക്കുവൻ കെവിൻ. അപ്പം കെവിൻ ഇന്ന് ഒരു 3 ബോക്സ് നിറച്ച് ഞണ്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഞണ്ട് പിടിക്കുന്നത്. ഈ പുള്ളി ഇവിടെ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. What's your name, sir? My name is Kevin. Kevin, beautiful. So this is Kevin's today's catch. Oh my goodness, look at that. ഞണ്ട് പിടുത്തക്കാരൻ അതാണ്. അപ്പൊ സായിപ്പ് പിടിച്ചു തന്ന ഞണ്ട് ഇപ്പൊ ഈ പരുവത്തിലായി. ഞങ്ങളുടെ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ കാത്തിരിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി, എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ സായിപ്പ് കടലിൽ പോയി പിടിച്ചുകൊണ്ടുവന്ന ഞണ്ട് കറി ഉണ്ടാക്കാനുള്ള ഭാഗ്യം ഇന്ന് എനിക്ക് ലഭിച്ചു. ഇതാണ് ഞണ്ട് പിടിക്കുന്ന കൂട് കേട്ടോ. ഈ കൂട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോഴത്തേനും ഞണ്ട് ഇതിനകത്ത് കയറി ലോക്കാകും. അപ്പോൾ ഇവരിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ള് ഇവർക്ക് ഞണ്ട് കിട്ടും. കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല പടയ്ക്കുന്ന ഞണ്ടായിരുന്നു. അപ്പം എഗെയിൻ വെൽക്കം ടു അവർ ചാനൽ ലിവിങ് ദ ഡ്രീം USA. ഈ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും പുള്ളി നമുക്കിന്നൊരു ഞണ്ടൊക്കെ പിടിച്ചു തന്നതല്ലേ, കുറച്ച് ഞണ്ട് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ഈസി റെസിപ്പി, സൂപ്പർ ഞണ്ട് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. പെട്ടെന്നാവും കേട്ടോ. ഇത് ഞണ്ട് ക്ലീൻ ചെയ്യുക. ഞാനത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല, കാരണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ ഇട്ടാൽ മതി. അത് ഞാൻ പിന്നെ ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പം പെട്ടെന്ന് ഞാൻ ഞണ്ട് വൃത്തിയാക്കി കഴിഞ്ഞു. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വലിയ കാലുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ ആ നടുവിലത്തെ ഭാഗവുമാണ്. ഇതാണ് ഈ കാണുന്ന മസാലയാണ് ഈ ഞണ്ട് റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതായത് ഒരു ചെറിയ തണ്ട് ഇഞ്ചി, ചെറിയ ഒരു കുടം വെളുത്തുള്ളി ആൻഡ് ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ മസാല മാറ്റി വെക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനിൽ വെളിച്ചെണ്ണയും അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് എത്ര വെളിച്ചെണ്ണ ചേർക്കണം എന്നുള്ളത്. ഞാൻ എന്തായാലും ഒരു 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പെട്ടെന്ന് കട്ട് ചെയ്യാം സ്ക്വയർ ടൈപ്പിൽ നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുക. ഓക്കെ, വെതറി കൊടുത്തതിന് ശേഷം തീ എപ്പോഴും മീഡിയത്തിൽ വേണം കീപ്പ് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് ഒത്തിരി ബ്ലാക്ക് കളറൊന്നും ആവണ്ട, കുറച്ചൊന്ന് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇവൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ചിക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഒരു 2 ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവനൊന്ന് നല്ല സൂപ്പറായിട്ട് റോസ്റ്റ് ആക്കട്ടെ. അടിപൊളിയല്ലേ കാണാൻ തന്നെ എന്ത് രസം. ഭയങ്കര മണം കേട്ടോ. ഈ വീട് ഭയങ്കരമായിട്ട് മണം കൊണ്ട് നിറഞ്ഞിട്ട് നിൽക്കാൻ വയ്യ. അത് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് എടുത്ത് നമ്മളിത് ഇട്ട് ജിഗ് വെക്കുകയാണ്. കഴിഞ്ഞ് കുറച്ച് ഉപ്പിടുക. അവനെ വേകാനായിട്ട് ആവശ്യമുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം ഒരു 20-25 മിനിറ്റ്സ് ഞാനിന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളമൊക്കെ വറ്റി ഈ മസാലയൊക്കെ ഞണ്ടിനകത്ത് പിടിച്ചു കഴിയുമ്പോഴാണ് ഞണ്ട് റോസ്റ്റിൻ്റെ റിയൽ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആവശ്യത്തിന് കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊരു ഭംഗിക്കും ടേസ്റ്റിനും ഗുണത്തിനും മണത്തിനും ഒക്കെ നല്ലതാണ്. അപ്പം നിങ്ങൾ മറക്കരുത് കേട്ടോ, നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടെ ഇല്ലേ ഈ ടെക്സസിൽ ഞണ്ട് പിടിക്കാനായിട്ട് ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചെന്ന് നമുക്ക് പോയി വലയായിട്ട് അങ്ങനെ ഞണ്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല. ഞണ്ടിൻ്റെ ലൈസൻസ് നമ്മൾ എടുക്കണം. ഇപ്പം ഹണ്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഹണ്ടിങ്ങിൻ്റെ ലൈസൻസ് എടുക്കണം. ഫിഷിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിഷിങ്ങിൻ്റെ ലൈസൻസ് എടുക്കണം. ഞങ്ങൾക്കും ലൈസൻസ് ഉണ്ട്, ചേട്ടൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഫിഷിങ്ങിൻ്റെയും ഹണ്ടിങ്ങിൻ്റെയും ഒക്കെ ലൈസൻസ്. അപ്പോൾ അത് നമുക്ക് ആരെയും പേടിക്കാതെ, നമ്മൾ ഇവിടുത്തെ പോലീസിനെ പട്ടാളത്തിനെ ഒന്നും പേടിക്കാതെ സുഖമായിട്ടിരുന്ന് എത്ര മീനും വേണമെങ്കിലും നമുക്ക് പിടിച്ചു കൊണ്ടുവരാം.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇങ്ങനെ തോന്നിയ പോലെ ഒന്നും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി മേടിക്കുക, കുറച്ച് ഞണ്ട് മേടിക്കുക. ഇതുപോലെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുക, റോസ്റ്റ് ഉണ്ടാക്കുക. ഇത് ചോറിൻ്റെ കൂട്ടത്തും ചപ്പാത്തിയുടെ കൂട്ടത്തും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഏതാണ്ട് നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്, എല്ലാം റെഡിയായി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി മുളക് പൊടി ചേർത്തിട്ടില്ല. ആവശ്യത്തിന് നമ്മുടെ മസാലയിൽ, മറ്റേ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയിൽ ഒത്തിരി ഉണ്ടായിരുന്ന കാരണം മുളക് പൊടി ഒത്തിരി ചേർത്തിട്ടില്ല. സംഭവം നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല സൂപ്പർ മണവും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും ഒക്കെ മുളകും ഒക്കെ കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത്. കുറച്ച് നേരം എടുക്കും അതിൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ അത് ഇവിടെ ഭയങ്കര മണമുണ്ട് കേട്ടോ, കാരണം റിയലി ക്രാബ് വെച്ചതിൻ്റെ നല്ല മണം ഈ വീട് ഫുള്ളും നമ്മൾ ഏത് റൂമിൽ ചെന്നാലും അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ കത്തിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോഴെപ്പോഴും ഇത് ഓണാക്കി വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ആ മണം പൊക്കോളും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയും രുചിയും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിന് കൂടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്, എൻ്റെ സ്നേഹം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി പാഷനോട് കൂടെ സ്നേഹത്തോടു കൂടെ കുക്ക് ചെയ്താൽ അതിൻ്റെ രുചി, ഫൈനൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ ബൈ.